നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. ആദ്യം ഒരു നിക്ഷേപ തട്ടിപ്പ് വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ പത്തടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി അധികൃതരാണ് നിക്ഷേപകരെ പറ്റിച്ച് 70 കോടി രൂപയുമായി മുങ്ങിയത്. തട്ടിപ്പിനിരയായ ആളുകൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾ ഒളിവിലാണ് എന്ന മറുപടിയാണ് കിട്ടിയത് എന്ന് അവർ പറയുന്നു. മകളുടെ കല്യാണത്തിനായി നിക്ഷേപം നടത്തിയ ആൾക്ക് ക്ലോസ് ചെയ്ത അക്കൗണ്ടിലെ ചെക്കാണ് സ്ഥാപനം നൽകിയത്. സംസ്ഥാനത്ത് 14 ബ്രാഞ്ചുകളാണ് ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നത്. സ്വന്തം മക്കളുടെ കല്യാണം നടത്താനും വയസ്സാങ്കാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുമൊക്കെ നിക്ഷേപം നടത്തിയ പാവങ്ങളെയാണ് പത്തടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന അഗ്രോ ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഉടമയും കുടുംബങ്ങളും ചേർന്ന് പറ്റിച്ചത്. നിക്ഷേപകർ നടത്തിയ പരിശോധനയിൽ 70 കോടി രൂപയാണ് ഉടമയും കുടുംബങ്ങളും ചേർന്ന് മോഷ്ടിച്ചുകൊണ്ട് മുങ്ങിയിരിക്കുന്നത്. പാവപ്പെട്ട നിക്ഷേപകരെ ഉയർന്ന പലിശ വാഗ്ദാനം നൽകി പറ്റിച്ചാണ് കൊച്ചി പത്തടിപ്പാലത്ത് അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി 70 കോടി രൂപയുമായി മുങ്ങിയത്. പെൻഷനായപ്പോൾ ലഭിച്ച സർവീസ് ആനുകൂല്യവും മകളെ കല്യാണം കഴിപ്പിക്കാൻ സൂക്ഷിച്ച പണവുമൊക്കെയാണ് ഓരോരുത്തരും നിക്ഷേപിച്ചത്. നിക്ഷേപ കാലാവധി പൂർത്തിയായവർക്ക് ചെക്ക് വരെ നൽകി. ബാങ്കിലെത്തിയപ്പോൾ അക്കൗണ്ടിൽ പണമില്ല. പലതവണ സംസാരിക്കുമ്പോൾ ജാനുവരി തൊട്ട് സംസാരിക്കാനാണ്. അപ്പോൾ ഓരോരോ ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം പറഞ്ഞു അയാൾ ലോൺ എടുത്തിട്ട് തരും, ലോൺ എടുക്കാൻ നോക്കുകയാണ്, അതിന് തരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല എനിക്ക് കുറച്ച് സാവകാശം എന്താ, എൻ്റെ വസ്തു വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞു. പൈസ അയാൾ എന്താ പറ്റിയെന്ന് അയാൾ പറയണില്ല. പക്ഷെ അയാൾ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആക്കി. ചിലർക്ക് നൽകിയത് ക്ലോസ് ചെയ്ത അക്കൗണ്ടിന്റെ ചെക്ക്. എൻ്റെ ഒരു 1.5 കോടിയോളം രൂപ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. 54 ലക്ഷം കഴിഞ്ഞ മാർച്ചിൽ മെച്യൂരിറ്റി ആയതാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മെച്യൂരിറ്റി ആയത് കിട്ടാത്തത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് നന്നായി നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സൊസൈറ്റീനെ ഇങ്ങനെ അവർ പൊട്ടിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോഴാണ്. തൃശൂർ സ്വദേശികളായ മുരളീധരൻ, അഖിൽ മുരളി, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരായിരുന്നു സൊസൈറ്റിയുടെ ഭരണം നടത്തിയിരുന്നത്. തട്ടിപ്പ് മനസ്സിലായതോടെ ചിലർ തൃശൂരിലെ വീട്ടിലെത്തി. ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 ലക്ഷം കൊടുത്ത് എൻ്റെ മെച്യൂരിറ്റി ആയി. ഇയാൾ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു, പൈസ തന്നില്ല. വീട്ടിൽ പോയി റിമോട്ട് കയറ്റും ഭയങ്കരമായ വീടാണ് വെച്ചേക്കണേ. എന്നിട്ടും തന്നില്ല. ഞാൻ നേരെ ഇയാളുടെ മരുമോളുടെ വീട്ടിൽ പോയി. ദേശമംഗലം മരുമോളുടെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ, അമ്മ ടീച്ചർ, ഈ പെണ്ണിൻ്റെ പേര് അഞ്ജു. ഇത് പെണ്ണും ഈ ഇതിനകത്തുണ്ട്, സ്ഥാപനത്തിനകത്ത്. ഇയാൾ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ട് വീട്ടിൽ പോയാൽ പറയാം എൻ്റെ മോൻ്റെ ഭാവി കളഞ്ഞോളൂന്ന്. ഇവിടെ എത്ര പേരുടെ ഭാവി പോയേക്കണെന്ന് അറിയോ? നിലവിൽ സംസ്ഥാന വ്യാപകമായി 15ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല എന്ന മറുപടിയിൽ അന്വേഷണം ഒതുക്കുകയാണ് പോലീസ്. നിക്ഷേപകരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം എങ്ങോട്ട് പോയി എന്നതിലും സ്ഥാപന ഉടമകൾ എവിടെ എന്നതിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ ആവശ്യം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി മലപ്പുറത്തേക്കാണ്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് നിലമ്പൂരിലെ ജനങ്ങൾ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ നശിപ്പിക്കുന്നത്. നാട്ടിലിറങ്ങുന്ന ആനകളെ കാടുകയറ്റാൻ വനംവകുപ്പ് ഇടപെടുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. അകമ്പാടം, ഇടിവണ്ണ, ചാലിയാർ മേഖലകളിലാണ് കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായിട്ടുള്ളത്. ജീവിക്കാൻ പ്രതീക്ഷയോടെ ചെയ്യുന്ന കൃഷി ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയാവുക. എപ്പോൾ വേണമെങ്കിലും കാട്ടാനയുടെ മുന്നിൽപ്പെടാമെന്ന ഭീതിയും. ഇതിനൊരു അറുതിയില്ലാത്തത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഒരു ജനത ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പുതിയ കാര്യമല്ലെന്ന് വനംവകുപ്പിനുൾപ്പെടെ തോന്നാം. പക്ഷേ മനുഷ്യർ അനുഭവിക്കുന്ന വേദന ആരോട് പറയും? നിലമ്പൂരിന്റെ കർഷക കുടിയേറ്റ മേഖലയായ അകമ്പാടം, ഇടിവണ്ണ, മൈലാടിപ്പൊട്ടി, മതിൽമൂല തുടങ്ങിയ പ്രദേശങ്ങളാണ് ഗുരുതര പ്രതിസന്ധി നേരിടുന്നത്. ദിവസവും എന്നോണം ഏക്കർ കണക്കിന് കൃഷിസ്ഥലം ആനകൾ നശിപ്പിക്കുന്നു. തെങ്ങും വാഴയും കവുങ്ങും കുത്തിമറച്ചിടുകയാണ്. പരിഹാരം ഉണ്ടാകുന്നില്ല. ഏകദേശം ഒരു 19 വാഴന്റെ മേലെ പോയിട്ടുണ്ട്. പിന്നെ ഒരു 8-10 തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നനയ്ക്കാൻ വേണ്ടി സജ്ജീകരണം ചെയ്ത പൈപ്പുകൾ കാര്യങ്ങളെല്ലാം ഇതുപോലെ ആന ഏത് സമയത്ത് വന്നതെന്ന് അറിയില്ല, എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്.
നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ആനകൾ വിഹരിക്കുന്നത്. ഇടിവണ്ണയിൽ വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് തടയാൻ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ തകരാറിലായി കിടന്ന 2 കിലോമീറ്റർ വൈദ്യുതി വേലി വനം വകുപ്പ് പുനർനിർമ്മിച്ചു. പക്ഷേ ഇനിയും പ്രദേശത്ത് ഫെൻസിംഗ് നടത്താനുണ്ട്. കാര്യക്ഷമമായി കൂടുതൽ സ്ഥലങ്ങളിൽ വൈദ്യുതി വേലി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. കൂടാതെ വീട്ടുമുറ്റത്ത് വരെ ആനയെത്തുന്നു. ഭാഗ്യം കൊണ്ടാണ് ആന ആക്രമിക്കാത്തത്. ഇത് ആനയെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരിതാണ്. നമ്മൾ രാത്രിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ 2-3 പ്രാവശ്യം ഒരു പ്രാവശ്യം ആനയുടെ മുന്നിൽ പെടുകയും ചെയ്തു. ഇപ്പം ഇന്നലെ വെളുപ്പിനെ 3 മണിക്കാണ് കയറിയിട്ട് ഇപ്പോൾ ഈ വാഴയും ഇതെല്ലാം നശിപ്പിച്ചേക്കുന്നത്. ഇങ്ങനെ ആനയെ കൊണ്ട് നമുക്ക് മയിലടിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. വലിയ ഭീതിയിലാണ് ആളുകൾ കഴിയുന്നത്. ആന കൃഷി നശിപ്പിച്ചു എന്ന വിവരം കൈമാറിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും, കണക്കുകൾ എടുത്തു പോകും. അത്ര തന്നെ. അവയെ വനാതിർത്തിയിലേക്ക് RRT സംഘം തുരത്തിയാലും വൈകുന്നേരത്തോടെ ആന കൂട്ടത്തോടെ തിരിച്ചു വരുന്ന അവസ്ഥയാണുള്ളത്. RRT സംഘങ്ങളെത്തി ആനയെ തുരത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൃത്യമായ പഠനങ്ങൾ, അതിൻ്റെ ആസൂത്രണം, നടപ്പാക്കൽ ഇനിയും നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഈ തോരാ കണ്ണീരും മനോവിഷമങ്ങളും മാറുകയില്ല. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള പതിവ് പരാതി തന്നെ ഇവിടെയും ഉയരുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ വൈദ്യുതി വേലി ഉണ്ടെങ്കിൽ കാട്ടാനശല്യത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് കർഷകർ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. എടിവണ്ണയിലെ H ബ്ലോക്ക് സൈഡിലുള്ള ഒരു കൃഷിയിടത്തിലെ 10 തെങ്ങ്, പിന്നെ ഒരു 50ഓളം വാഴകൾ, കുറച്ച് വാഴ, ഒരു 2 ജാതി തൈ, 2 ജാതി ഇതെല്ലാം നഷ്ടപ്പെട്ടു. ആന ഇറങ്ങി 2 ദിവസം ഇറങ്ങി. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട. സന്ധി കഴിഞ്ഞാൽ റോഡേ പോകാൻ മേല. റബ്ബർ വെട്ടുകാരുടെയൊക്കെ കണ്ടില്ല, ഈയുടെ കൈ ഓടിച്ച് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്ക് മുഴുവനും 5 കൊല്ലം മുന്നേ ഇത്ര ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരു വാഴ പോലും ഒരു പറമ്പിൽ നിൽക്കാൻ മേല. ഇങ്ങനെയായ മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കും? തെങ്ങുതിയൊക്കെ എന്തേരെയാ കളയുന്നു. ആനയെ കാട്ടി നിർത്തണം, ജനങ്ങൾ നാട്ടിൽ നിൽക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഇടവഴി ഒരിക്കലും ജീവിക്കാൻ പറ്റിയല്ല. ഇവിടെ കാലങ്ങളായിട്ട് 10-60 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്നവരെ എങ്ങോട്ട് പോകാനാണ്? ഇപ്പോഴാണ് ഇത്ര ശല്യമായതും. ഇനിയും കോഴിക്കോട്ടേക്കാണ്. നല്ല റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മാവൂർ പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് പൈപ്പിടാൻ വേണ്ടി കുഴിച്ച റോഡ് പിന്നീട് നവീകരിച്ചിട്ടില്ല. റോഡ് മോശമായതോടെ ജനങ്ങൾ 6.5 കിലോമീറ്റർ ചുറ്റി മാവൂർ വഴി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കൂളിമാട് പമ്പിംഗ് സ്റ്റേഷന് കീഴിലുള്ളതാണ് പൈപ്പ് ലൈൻ റോഡ്. കൂളിമാട് സ്റ്റേഷൻ മുതൽ തെങ്ങിലക്കടവ് വരെ നീളുന്ന റോഡാണ് വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്നത്. കൂളിമാട് പമ്പിംഗ് സ്റ്റേഷൻ മുതൽ തെങ്ങിലക്കടവ് വരെ 4 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡിനുള്ളത്. റോഡ് മോശമായതോടെ 6.5 കിലോമീറ്റർ ചുറ്റി മാവൂർ വഴി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. പേരിന് റോഡുണ്ട് എന്നല്ലാതെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും പ്രയോജനമില്ല. കാൽനട യാത്ര പോലും ദുഷ്കരം. ചുറ്റുഭാഗത്ത് ഒരുപാട് വീടുകൾ അവിടെ ഉണ്ട്. 100 കണക്കിന് കുട്ടികൾ സ്കൂളിലേക്കും അതുപോലെ ക്ഷേത്രം മറ്റുള്ള കാര്യത്തിലൊക്കെ വരുന്നൊരു മേഖല. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം, ഫുള്ള് പൊളിഞ്ഞ് കിടക്കുക. ഇടയ്ക്കൊന്ന് നന്നാക്കിയാൽ തന്നെ വാട്ടർ അതോറിറ്റിക്കാരപ്പം എന്ത് ചെയ്യും? അത് പൊളിക്കും, വേറെ പൈപ്പ് ലൈൻ ഇടും. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള എളുപ്പവഴി കൂടിയാണ് ഈ റോഡ് ഈ അവസ്ഥയിൽ ആയതോടെ അപകടങ്ങളും നിത്യസംഭവം. ഇതിൽ ഒരു ഷോർട്ട് കട്ടായിട്ടുള്ള റൂട്ടാണിത്. കാരണം വെച്ചാൽ മുക്കം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ മാവൂര് വരുന്ന പൈപ്പ് ലൈൻ വഴി, ചെറുപ്പ വഴി വരുന്ന ഒരു ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്ന ഈ റോഡുള്ളത് കൊണ്ടാണ് പല ആളുകളും പല രീതിയിലും പല ഭാഗത്തേക്കും മാവൂര് പ്രദേശത്തേക്കൊക്കെ എത്തി. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ റോഡാണ് ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത്. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയിൽ മാവൂർ അങ്ങാടി വഴി ചുറ്റി സഞ്ചരിക്കാതെ നഗരത്തിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് പൈപ്പ് ലൈൻ റോഡ്. മഴ പെയ്താൽ റോഡ് നീളെയുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ആഴമറിയാതെ ഇതുവഴിയെത്തുന്നവർ അപകടത്തിൽപ്പെടാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ചർച്ചയാകുമെങ്കിലും പിന്നീട് റോഡിന്റെ അവസ്ഥ പഴയതു തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാർ ചെയ്തിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാൻ എന്ന പേരിൽ റോഡ് പൂർണ്ണമായും പൊളിച്ചു. പിന്നീട് ഇതുവരെ നവീകരണം നടത്തിയിട്ടില്ല. എന്നുണ്ടാകും നല്ലൊരു റോഡ്? ഈ നാട്ടുകാരുടെ കാത്തിരിപ്പ് അനന്തമായി നീളുകയാണ്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പേരിന് ഒരു റോഡുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്.
ഈ റോഡ് വളരെ മോശമായി കിടക്കുകയാണ്. എത്ര കാലമായി, എത്ര പരാതി കൊടുത്ത് ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ എത്ര ആൾക്കാരവിടെ വീഴുന്നത്, വീട്ടിലേക്കൊന്നും നടന്നു പോകാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു വണ്ടി പോലും, ടൂ വീലർ പോലും, സ്കൂൾ കുട്ടികൾ എത്രയോ പോകേണ്ടിയില്ലേ, ദിവസം കെട്ടിമറിഞ്ഞ് വീലും പെരുക്കറ്റലും അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ റോഡിൻ്റെ. ഇവിടെ മുതൽ പൈപ്പ് ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ തെങ്ങിലക്കടവ് വരെ ഒരു കാരണവശാലും വണ്ടി കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ടയറ് പൊട്ടുന്ന ഫുള്ള് സോളിംഗ് ആയിട്ട് ഒന്നുമില്ല, റോഡ് എന്ന് പറയാനൊന്നുമില്ല. ഇതിനും വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ. എല്ലാ വണ്ടി, ഏത് വണ്ടിയായാലും നമ്മളിതിൽ പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡ് പടുത്ത് നന്നാക്കിയതാണ്, നന്നാക്കി വീണ്ടും ഇതേപോലെ തന്നെ അവസ്ഥ വരും, അങ്ങനെ പോവാണ്. കണ്ണൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ 200-ലധികം കുടുംബങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ക്രൂരതയിലേക്കാണിനി. 4ാം ഘട്ട റൺവേ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുക്കുന്ന 210 കുടുംബങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലാണ്. ഭൂമി വിൽക്കാൻ പോലും സാധിക്കാത്തതിനാൽ മിക്ക കുടുംബങ്ങളും കടക്കണിയിലാണ്. ഇതാണ് ലേഖ. ജീവിതം വഴിമുട്ടിയ നൂറുകണക്കിനു പേരിൽ ഒരാൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ മതിലിൻ്റെ തൊട്ട് പിറകുവശത്താണ്. കാരണം അതിന് തൊട്ടപ്പുറമാണ് നമ്മുടെ വീട്. പക്ഷെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതുമില്ല, മൊത്തം കാട് മൂടിക്കിടക്കലാണ്. അപ്പോൾ ആ കാടിലേക്ക് കൂടി നമുക്ക് ഒരു കാരണവശാലും വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമല്ല, അവിടെ വീട്ടിൻ്റെ വെറും അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. അതായത് കാറ്റത്ത് മരത്തിൽ നിന്ന് ചപ്പ് പാറി വീണ പോലെ കുറേ തകർന്നടിഞ്ഞ ഓടും കുറച്ച് കല്ലുകളല്ലാണ്ട് വേറെ അവിടെ ഒന്നും കാണാനില്ല. കാരണം നമ്മൾ മുഖ്യമന്ത്രിൻ്റെ വീട്ടിലേക്ക് പോയി, പിന്നെ ഇ.പി. ജയരാജ സാറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, സുധാകരൻ എം.പിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, പഞ്ചായത്തുകാരെ നമ്മൾ കണ്ടു, ശൈലജ ടീച്ചറടുക്ക് നമ്മൾ പോയി. പക്ഷെ ചിലവരടുക്ക് പോയാലും, ഇപ്പം നമ്മൾ ശൈലജ ടീച്ചറടുക്കെല്ലാം പോയാലും ആദ്യം പറഞ്ഞു ഞാൻ ശ്രമിക്കാം, ഞാനൊരു MLA ആണ്. അവസാനം ടീച്ചർ എന്നോട് പറഞ്ഞു ഞാനൊരു MLA ആണ്, എനിക്കൊരു പരിധിയുണ്ട്, അതിനപ്പുറം എനിക്ക് വിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത്ര കാലമായിട്ട് നമുക്കൊരു കുറച്ച് ഒരു 10 മാസം കിയാൽ വാടക തന്നു, പിന്നെ ഒരു 6 മാസം കിൻഫ്ര വാടക തന്നു, പിന്നെ വാടകയും ഇല്ല, ഒന്നുമില്ല, എല്ലാം തകർന്നടിഞ്ഞു. എട്ടു വർഷമായി കീഴല്ലൂർ വില്ലേജിലെ 200-ലധികം കുടുംബങ്ങൾ ഈ അവസ്ഥയിലാണ്. വിമാനത്താവളത്തിനായി വിജ്ഞാപനം ചെയ്തതിനാൽ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ചികിത്സാവശ്യത്തിന് പോലും സ്വന്തം ഭൂമി ഉപയോഗിക്കാനാകാതെ ദുരിതത്തിലാണ് നാട്ടുകാർ. ജീവിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഭർത്താവിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവർക്ക് കാലിന് നല്ല ഒരു നടക്കാൻ ശരിയല്ല, എന്നാലും അവരെന്തെങ്കിലും എല്ലാം ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഞാൻ അംഗൻവാടി വർക്കറും കൂടിയാണ്. ആ വരുമാനം കൊണ്ട് മക്കൾ ഒരു മോൻ പഠിക്കുന്നുണ്ട്, മറ്റേ മോള് ഡിഗ്രി കഴിഞ്ഞപ്പോഴും പറഞ്ഞു രണ്ടാളെയും കൂടി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് മോള് പഠിപ്പ് നിർത്തി. ഇപ്പം വിവാഹപ്രായമായി, നമുക്ക് ഒരു നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോക്കായിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, കൃഷി പോലും ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇത് പ്രശ്നം തീർക്കണമെന്നുണ്ട്, പക്ഷേ ഫണ്ട് എങ്ങനെ കണ്ടെത്തും, അതാണ് ഒരു പ്രശ്നം. വേറെ രീതിയിലുള്ള തടസ്സങ്ങളോ പൊളിറ്റിക്കലി ഉള്ള തടസ്സങ്ങളോ ഒന്നുമില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നുവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ ഇതിനാവശ്യമായ 1000-ലധികം കോടി രൂപ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാരിന് വകയിരുത്താനാകാത്തതാണ് യഥാർത്ഥ തടസ്സം. പ്രശ്നപരിഹാരം ഇനിയും ഉണ്ടായില്ലെങ്കിൽ മറ്റു വഴികളില്ലാതെ ജനങ്ങൾ തെരുവിലിറങ്ങും. പണിതൊരുക്കിയ വിമാനത്താവളത്തിന് ചുറ്റും നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിത ജീവിതം നയിക്കുകയാണ്. അതിന് മുന്നിൽ കണ്ണടച്ച് ഒരു സർക്കാരിനും അധികകാലം മുന്നോട്ടു പോകാനാവില്ല. അവർക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം നൽകണം, ഇല്ലെങ്കിൽ അവരുടെ ഭൂമി തിരികെ കൊടുക്കണം. മട്ടന്നൂർ വിമാനത്താവളത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. വികസനം വേണം, പക്ഷേ അതിങ്ങനെ ആവരുത് എന്ന് നമ്മുടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. പവിത്രൻ പാതിരെ പറ്റി ഉൾപ്പെടെ അത്തരത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് യൂട്യൂബിൽ. കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് തൊടുപുഴ ഊന്നുകൽ സംസ്ഥാന പാത. ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിന്ന് കോട്ടയമടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്കുള്ള പാതയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെയായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെ പോകുന്ന പാതയാണിത്. പക്ഷേ പൊതുജനം പരാതി പറഞ്ഞു മടുത്തിട്ടും പരിഹാരം കാണാൻ ആരും ഇതുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്നതാണ് സത്യം.
വഴിയേതാ കുഴിയേതാ എന്നറിയാൻ കഴിയാത്ത നിലയിലാണ് തൊടുപുഴ ഊന്നുകൽ റോഡ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളെ മലയോരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. അടിമാലി, മൂന്നാർ മേഖലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന പാതയും ഇതുതന്നെയാണ്. പാതയിൽ റീടാറിങ്ങോ കുഴിയടക്കലോ നടന്നിട്ട് വർഷങ്ങളായി. മഴക്കാലം കൂടിയായാൽ കുഴി കുളമായി മാറും. പണ്ട് സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു, ഇപ്പോൾ ഗ്രേഡ് കുറച്ചങ്ങാണ്ട് PWD റോഡാണെന്ന് ഇപ്പോൾ ഇത് പറയണത്. എന്താണെന്ന് പറഞ്ഞാലും ഉള്ള വീതി, ഇത് വീതി എടുത്ത് ഇതെല്ലാം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളവരുടെ അല്ല 10 സെൻറ്റുകാരൊന്നും ഈ വഴി സൈഡിലില്ല. ഇത് സ്ഥലം എടുത്ത് വീതി കൂട്ടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള റോഡാണ്. റോഡിൽ കുഴികൾ വലുതായതോടെ വലിയ വാഹനങ്ങൾ പോലും പണിമുടക്കി വഴിയിൽ കിടപ്പാണ്. വീതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും സ്വാഭാവികം. അതിനിടെ പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ ഗ്രേഡ് താഴ്ത്തി. അതോടെ അറ്റകുറ്റപ്പണികളും നടക്കാതെയായി. കലൂർ മുതൽ പൈങ്ങോട്ടൂർ വരെയുള്ള ഭാഗത്തിന്റെ മുഖം മിനുക്കിയപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പഴയതിലും മോശമാണ് അവസ്ഥ. വർഷാവർഷം PWD റോഡിനെ തരം താഴ്ത്തി കളിക്കുന്നുണ്ട്. പക്ഷേ പാതയല്ലാതാകുന്നില്ലല്ലോ. എന്നീ റോഡിനൊരു ശാപമോക്ഷം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ചോദ്യം. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി ചളിക്കവട്ടത്ത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നുവെന്ന് പരാതി. നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയിലാണ് 200ഓളം വരുന്ന കുടുംബങ്ങൾ. ഓടയിലേക്ക് തുറന്നു വെച്ച പൈപ്പിലൂടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മലിനജലം ഒഴുക്കുന്നതായാണ് പരാതി. പുലർച്ചെ 2 മണിക്കും 3 മണിക്കുമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നും നേരം വെളുത്താൻ നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധമാണെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരണം. ഞങ്ങൾ ഇവിടെ കുളിച്ചിരുന്ന വെച്ച പുഴയാണ്. ആ പുഴയെല്ലാം ഈ മാലിന്യം ചെന്ന് വല്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും. ഒരു കുട്ടിക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും. പ്രശ്നം ചൂണ്ടിക്കാട്ടി കളക്ടറിനും നഗരസഭയ്ക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിരവധി തവണ പരാതി നൽകി. എന്നിട്ടും ഇടപെടലുണ്ടായില്ലെന്നും മഴ പെയ്താൽ മലിനജലം ഒഴുകിയെത്തുന്നത് കുടിവെള്ള സ്രോതസ്സിലേക്കാണെന്നും നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അത് കഴിയുമ്പോൾ ചില സമയത്ത് ഒരു മണ്ണെണ്ണ ഒഴിച്ചിട്ട് വിടാറുണ്ട്, അല്ലെങ്കിൽ അതിനുശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് വിടും. ഞങ്ങൾക്കാണ് നല്ല സ്മെല്ലായിട്ടുള്ളത്, ഭയങ്കര സ്മെല്ലാണ്. വിഷയം ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും എത്തുന്ന നാട്ടുകാരെ ഫ്ളാറ്റ് ഉടമകൾ തടയുന്നതായും ആക്ഷേപമുണ്ട്. നാട്ടുകാരുടെ ആരോപണം ഫ്ളാറ്റ് ഉടമകൾ തള്ളുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ചൂണ്ടിക്കാട്ടിയാണ്. ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമെന്നും ഇവർ പറയുന്നു. 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.